ഒത്തിരി ദിവസം അവൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെ കണ്ടാൽ അങ്ങ് പേടിച്ചു പോകുമായിരുന്നു. അതുപോലെ ശരീരം മുഴുവനും നീര് വെച്ച് വയറും വീർത്ത് നമ്മളെ കണ്ടാൽ അറിയാത്ത വല്ലാത്ത ഒരു പ്രയാസമാണ് കുഞ്ഞിനുണ്ടായത്. പ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ട് അവളെ വീട്ടിൽ സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞോണ്ടേ അവൾക്ക് പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോകാനൊക്കെ തോന്നി. പോയി ഇന്നത്തെ ഇന്നത്തെ രൂപം ഒരു കുട്ടിയായിട്ട് അവള് മാറി. ജോൺദാരു ബ്രദർ ഒന്ന് തൊട്ടാ മതി, അപ്പോഴേ എല്ലാ സൗഖ്യവും തൊട്ടാ മതി. അടുത്തതായിട്ടൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ട് നമ്മോട് കൂടെ ആയിരിക്കുന്നത് പ്രിയ ശാന്തമ്മ ആൻറ്റിയാണ്. ആൻറ്റി പുല്ലാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആൻറ്റിയുടെ കൊച്ചുമകൾക്ക് ലഭിച്ച ഒരു അത്ഭുതകരമായ വിടുതൽ. തനിക്ക് ഒത്തിരി ദിവസമായി ടോയ്ലറ്റിൽ പോകാൻ പ്രയാസവും വളരെ ഭാരത്തോടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ കടന്നു വന്നു. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായൊരു വിടുതലാണ് തൻ്റെ കൊച്ചുമകളുടെ ജീവിതത്തിൽ ഉണ്ടായത്. നമുക്ക് അമ്മയിൽ നിന്ന് തന്നെ കേൾക്കാം. പറഞ്ഞാട്ടെ അമ്മേ. പുല്ലാട് നിന്നാണ് വരുന്നത് അല്ലേ? കൊച്ചുമകളുടെ പേരെന്താണ്? ഫെമിന. പ്ലസ് ടുവിന് പഠിക്കുകയാണ്. കുറെ ദിവസങ്ങളായിട്ട് അവൾക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യെങ്കിലും ഏതായാലും ഈ തിരുവല്ലയിലെ മീറ്റിങ്ങിന് പങ്കെടുക്കാം, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ വന്ന് അവൾക്ക് ഒത്തിരി ദിവസം അവൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 20 ദിവസം അവള് പോയില്ല. അവളെ കണ്ടാൽ അങ്ങ് പേടിച്ചു പോകുമായിരുന്നു. അതുപോലെ ശരീരം മുഴുവനും നീര് വെച്ച് വയറും വീർത്ത് നമ്മളെ കണ്ടാൽ അറിയാത്ത വല്ലാത്ത ഒരു പ്രയാസമാണ് കുഞ്ഞിനുണ്ടായത്. അതായത് ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ശരീരമൊക്കെ നീര് വെക്കുകയും വയറും വീർത്തിട്ട് എന്താണെന്ന് അറിയത്തില്ല. നമ്മളെ കണ്ടാൽ ഭയന്ന് പോകുമായിരുന്നു, പേടി തോന്നുമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ സോളി സിസ്റ്റർ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ഞങ്ങള് വീട്ടിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ട് അവളെ വീട്ടിൽ സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞോണ്ടേ അവൾക്ക് പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോകാനൊക്കെ തോന്നി. പോയി വളരെ നോർമലായിട്ട് തന്നെ അവള് പോയി. അത് കഴിഞ്ഞപ്പോൾ അവള് നല്ല നോർമൽ പൈതലായിട്ട് തീർന്നു. അവൾക്ക് ഒരു കൊച്ചു കുട്ടിയെ പോലെ അവള് ആയി തീർന്നു. ഞങ്ങൾക്ക് വളരെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മള് കണ്ടാൽ ഭയന്നു പോകുന്ന അവള് പിന്നെ ഞാൻ കണ്ടപ്പോൾ അവളൊരു നോർമൽ കുട്ടിയായിട്ട്, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് അവള് ആയി തീർന്നു. നമുക്ക് കാണാം. ഇപ്പോൾ അവൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ സ്കൂളിൽ പരീക്ഷയ്ക്ക് കടന്നു പോയിരിക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. ദൈവത്തെ എത്ര സ്തുതിച്ചാലും അത് മതി വരുന്നതല്ല. അവളെ എല്ലാ ഭാരവും മാറി. അവളിപ്പോൾ പഠിക്കുകയും നല്ല കുട്ടിയായിട്ട് അവളൊരു നോർമൽ പൈതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ആ രൂപം ഇന്നത്തെ രൂപം ഒരു കുട്ടിയായിട്ട് അവള് മാറി. കർത്താവ് ഒരു അത്ഭുതമാണ് ഫെമിന എന്ന് പറയുന്ന മോളുടെ ജീവിതത്തിൽ ചെയ്തത്. നമുക്കറിയാം, ഒരു ദിവസമോ 2 ദിവസമോ തന്നെ ടോയ്ലറ്റിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇത് പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചുമോളാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ളൊരു മോൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന ഒരു മോൾക്ക് ആ വിധത്തിലെ പ്രയാസം വന്ന നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ കുഞ്ഞ് ഭാരപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ അമ്മ എന്നോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൾ ആരോടും ഒന്നും പറയത്തില്ലായിരുന്നു. അവൾ ആ വേദനയും പ്രയാസവും വെച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാക്കിയതാണ്. ഇവർ 20 ദിവസത്തോളം ടോയ്ലറ്റിൽ പോകാൻ കഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായി. അവളുടെ വയറ്റിൽ നീര് വന്നു. ശരീരം അസ്വസ്ഥമായി, മുഖം കണ്ട ഭയം തോന്നുന്ന വിധത്തിൽ ആ കുഞ്ഞ് മാറിപ്പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരുവല്ലയിലെ മീറ്റിങ്ങിൽ പ്രിയ അമ്മ കൊച്ചുവളുമായിട്ട് വന്നു, പ്രാർത്ഥിച്ചു. പറയുന്നത് ഇങ്ങനെയാണ്: വീട്ടിൽ പോയപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നി. നോർമലായി അന്ന് മുതൽ മോഷൻ പോകാൻ തുടങ്ങി. അത്ഭുതകരമായൊരു സൗഖ്യം കൊച്ചുമോളുടെ ജീവിതത്തിൽ ഉണ്ടായി. അമ്മ വളരെ കണ്ണു നിറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് അമ്മ പറയുന്നത്. കണ്ട ഭയം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് നോർമലായ ഒരു അവസ്ഥയിലേക്ക് ആ മോള് വന്നു. അത്ഭുതകരമായൊരു വിടുതൽ അവൾക്കുണ്ടായി. അപ്പോൾ അവള് സ്കൂളിൽ പോയോ? ഇന്ന് പരീക്ഷയായിട്ട് അവള് സ്കൂളിൽ പോയി. സാക്ഷ്യം പറയാൻ വേണ്ടി അമ്മമ്മയെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതെ, ഞങ്ങള് പിന്നെ എല്ലാ മാസവും തിരുവല്ലായി വരും. ഞങ്ങൾക്ക് 2 പേരുണ്ട്. ഹസ്ബൻഡിനും ഹാർട്ടിന്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, തേയ്മാനമുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതമായ സൗഖ്യം തന്നു. ഹസ്ബൻഡിന് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹാർട്ടിന്റെ പ്രശ്നവും തേയ്മാനവും ഒക്കെ ഉണ്ട്. അസ്ഥി തേയ്മാനം ഉണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ ജോൺദാരു ബ്രദർ ഒന്ന് തൊട്ടാ മതി, അപ്പോഴേ എല്ലാ സൗഖ്യവും തൊട്ടാ മതി. അത് നല്ല വിശ്വാസമാണ്.
ഒന്ന് തൊട്ടാൽ നമുക്ക് പറയാത്ത കാര്യവും എല്ലാ ദൈവം സൗഖ്യം തരും. നമ്മുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുത വിടുതലാണ് നമുക്ക് അനുഭവിക്കുന്നത്. എനിക്ക് അമ്മ പറഞ്ഞ വാക്കുകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇത് ഓൺലൈനിൽ കാണുന്നവരും ഈ ഹാളിൽ ഇരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. നമ്മുടെ വിഷയം ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ബ്രദർ തൊട്ടപ്പോ തന്നെ സൗഖ്യമുണ്ടായെന്നാണ് അമ്മ പറയുന്നത്. സൗഖ്യം, അതാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എനിക്ക് 9 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ വരെ എനിക്ക് പറയാനുണ്ട്. അതെനിക്കൊരു അനുഭവമാണ്. ഇതുപോലെ ഞങ്ങൾക്ക് മോളെ കഴിഞ്ഞ ഒരു കൊച്ചുമോനുണ്ടായി, 9 വർഷം മോളെ കഴിയത്. അപ്പോൾ ആ കുഞ്ഞിന്റെ പുക്കൾ ഇങ്ങനെ വീർത്തിരുന്നു. കൊച്ചു കുഞ്ഞായിരുന്നപ്പം എന്ത് ചെയ്തിട്ടും അത് മാറത്തില്ല. അപ്പം TV കൂടെ ജോൺ താരം ബ്രദറിന്റെ പ്രസംഗത്തിലെ പ്രാർത്ഥനയില് ഈ കുഞ്ഞ് ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ ടിവിയിലൂടെ കണ്ടു, ഈ കുഞ്ഞിന്റെ പുക്കൾ ഇങ്ങനെ വീർത്തിരിക്കുക. അപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് പടി വെച്ചിട്ട് അവന്റെ പുക്കളെ തൊട്ട് പ്രാർത്ഥിച്ചു, സൗഖ്യമാകട്ടെ എന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. പിറ്റേ ദിവസം നോക്കിയപ്പം മോള് വന്ന് പറഞ്ഞു, കുഞ്ഞിന്റെ പുക്കള് കാണുന്നില്ല, എന്ത് ചെയ്ത് ചോദിച്ചു. സ്തോത്രം. ആ പുക്കള് പിന്നെ നോർമല് അതെല്ലാം മാറി, അവനിപ്പോ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നു. എനിക്ക് തോന്നി എത്ര വയസ്സുണ്ടായിരുന്നു അപ്പൊ? അന്ന് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുന്നു. പുക്കളൊക്കെ ഉണങ്ങി താഴണ്ട് തണുത്തിങ്ങനെ വീർത്തിങ്ങനെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പുക്കളെ തൊട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ, അതായത് അമ്മ പറയുന്നത് TV പ്രോഗ്രാമിൽ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അമ്മ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് കൈവച്ചിട്ട് ബ്രദർ പ്രാർത്ഥിച്ചതിനോട് ചേർന്ന് അമ്മ പറഞ്ഞു ഇത് സൗഖ്യമാകട്ടെ എന്ന്. അപ്പോൾ അത്ഭുതകരമായ സൗഖ്യം കുഞ്ഞിനും ഉണ്ടായി. അത് മാറിപ്പോയി, ആ മുഴയെല്ലാം മാറിപ്പോയി, അതെല്ലാം മാറിപ്പോയി. അമ്മയുടെ വിശ്വാസം വലുതാണ്. അമ്മ ലൈവിലും പ്രാർത്ഥിക്കുന്നു, അമ്മ ഹോളിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ടിവിയിലെല്ലാം പ്രോഗ്രാം കാണും. ഞങ്ങളുടെ ആവശ്യത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ട് ഞങ്ങൾ അന്നേരം പ്രാർത്ഥിക്കും. രോഗത്തിന് വേണ്ടിയാണെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കും. പൂർണ്ണ സൗഖ്യമാണ് ദൈവം തരുന്നത്. എനിക്ക് അമ്മ ഇത് പറയുമ്പോൾ ബൈബിളിലെ രക്തസ്രാവക്കാരിയാണ് ഓർമ്മ വരുന്നത്. ആ രക്തസ്രാവക്കാരി കണ്ടിന്യൂസ് ആയി ബ്ലീഡിങ് ഉണ്ടാകുന്ന സ്ത്രീ, അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാലെങ്കിലും സൗഖ്യമാവും. അവൾ യേശുവിനെ കാണണമെന്നോ യേശു തലയിലൊന്ന് കൈവെക്കണമെന്നോ ഒന്നും ചിന്തിച്ചില്ല. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യമാവെന്ന് ചിന്തിച്ചു. അത്ഭുതകരമായി അവൾ സൗഖ്യമായതുപോലെ നമ്മൾ കേൾക്കുന്നത് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അങ്ങനെ അനേകമായ അത്ഭുതങ്ങൾ അമ്മയ്ക്കുണ്ടായി. അനുഭവം എനിക്ക് പറയാനുണ്ട്. ഈ മീറ്റിംഗിൽ വന്നതിനെ തുടർന്നാണ് ഇതൊക്കെ യേശു ചെയ്തത് അല്ലേ? ഈ മീറ്റിംഗ് അമ്മയ്ക്ക് ഒരു വലിയ അനുഗ്രഹമല്ലേ? വലിയ അനുഗ്രഹമാണ്. അമ്മയ്ക്ക് യേശുവിനെ കൂടുതൽ അറിയാൻ സാധിച്ചു അല്ലേ? അറിയാൻ സാധിച്ചു. ഞങ്ങളെ പ്രാർത്ഥനയിലും ഇവിടെ വന്നു പോയാൽ നമുക്ക് വലിയ അനുഗ്രഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനും പാടാനും എല്ലാ ബന്ധനങ്ങളും അവിടെ അഴിഞ്ഞിരിക്കും. പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ പറ്റുന്നുണ്ട്. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോയി. ബന്ധനങ്ങളും അഴിഞ്ഞിരിക്കും. നമുക്കൊരു പൂർണ്ണ വിടുതലാണ് ഇവിടെ വന്നിട്ട് പോയാൽ. കൈകളടിച്ച് എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അസാധാരണമായ കാര്യമാണ് പ്രിയ ശാന്തമ്മ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായത്, മകളുടെ ജീവിതത്തിൽ ഉണ്ടായത്, കൊച്ചുമകളുടെ ജീവിതത്തിൽ ഉണ്ടായത്. വലിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ കാണുന്നവർ ശ്രദ്ധിച്ചാട്ടെ. ഈ സമയം നിങ്ങളും നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ.